എൻ്റെ പേര് നിയാസ് സറനബു. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ പഠിച്ചതൊക്കെ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. എൻ്റെ 5 വർഷം, അതായത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ പോണ്ടിച്ചേരി തന്നെയായിരുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് ഒരു ഉട്ടോപ്പിയാണ്. അതായത് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പുറത്തേക്ക് സർവൈവ് ചെയ്യാനായിട്ട്. കാരണം അത്രയ്ക്കും വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. അതേപോലെ തന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ് ആയാലും അവിടെ വർക്ക് ചെയ്യുന്നവരായാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ഒരു ഫാമിലി പോലെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അതായത് നിങ്ങളുടെ ഒരു എന്താ പറയുക, പ്രൊഫഷണൽ ഫീൽഡ് ആയാലും അക്കാഡമിക് ഫീൽഡ് ആയാലും നിങ്ങളുടെ കലാപരമായിട്ടുള്ള ഫീൽഡ് ആയാലും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻസിഡൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഫസ്റ്റ് ചെല്ലുന്നത് 2018-ലാണ്, അതായത് എൻ്റെ +2 ലൈഫിന് ശേഷം. അവിടെ ചെന്ന സമയത്ത് റാഗിങ് ഒന്നും ഇല്ലെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കയറിയ സമയത്ത് ഫസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ശേഷം ഞങ്ങളുടെ സീനിയേഴ്സൊക്കെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിർത്തി ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കാഷ്വൽ ടോക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല ചിരിച്ചും കളിച്ചുമൊക്കെ വർത്താനം പറഞ്ഞു. പക്ഷേ അവർ എന്തിനാ ചിരിക്കുന്നത്, എവിടുന്നാ വരുന്നത്, അങ്ങനെയൊക്കെ ഭയങ്കര ടഫിട്ട് ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര പേടിയായി. അവസാനം ഞാൻ കരയിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ക്യാൻറ്റീനിൽ പോയി ചായയും വടയും വാങ്ങിച്ചു തന്നു. അന്നത്തെ സീനിയേഴ്സാണ് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഞങ്ങൾക്കുള്ളത്. ഹോബീസ് എന്ന് പറയുമ്പോൾ ഞാൻ പിയാനോ വായിക്കും. അപ്പോൾ ഇടയ്ക്ക് പാട്ടൊക്കെ പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടുക, കീബോർഡ്, പിയാനോ വായിക്കുക, പിന്നെ ഡാൻസ് കളിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതേപോലെ പുസ്തകം വായിക്കുന്നതായാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഹോബീസായിട്ട് ഒരുപാടുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടീച്ചർ ആവാന്നുള്ളത്, എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. എൻ്റെ അമ്മ എപ്പോഴും പറയും, അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണ് അമ്മ BEd പഠിക്കാൻ പോയത്. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ വയറ്റിലുള്ള കുട്ടികൾ അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പോൾ അതേപോലെ മമ്മി ഇങ്ങനെ ഇടയ്ക്ക് പറയുമായിരുന്നു. അപ്പം ചിലപ്പോൾ അതുകൊണ്ടാണോ അതോ അമ്മ ഇങ്ങനെ ടീച്ചറായിട്ട് ഞാൻ കണ്ടു വളർന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ടീച്ചിങ്ങിലേക്ക് എനിക്കൊരു ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഞാൻ ചെറിയ കുട്ടികൾക്ക്, അതായത് എൻ്റെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അതൊക്കെ അവർക്ക് മനസ്സിലായി, ചേച്ചി ഇത് ചോദിച്ചു എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ നല്ലോണം എഴുതി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. 10th-ലായാലും ഞാൻ പഠിപ്പിച്ച എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാർക്ക് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്ത് അവർ എൻ്റെ അടുത്തും ഇതേപോലെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഇത് കൊള്ളാം, ലൈക്ക് ഞാൻ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എപ്പോഴും ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം, പിന്നെ ആ പേപ്പറിൽ എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമായിരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അയാൾക്ക് അത് ഭയങ്കര റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒബ്ജക്ട്സ് വെച്ചിട്ട് ചിലപ്പോൾ കഥകൾ വെച്ചിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതൊരിക്കലും മറക്കൂല. അപ്പോൾ ഇപ്പോഴും അവർ കാണുമ്പം പറയും, എടി അന്ന് പഠിപ്പിച്ചൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നുള്ളത്. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ടീച്ചർ ആവുക എന്നുള്ളത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, അതായത് ഒരു ഡ്രീമായിരുന്നു. എനിക്കൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം. PhD ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് എനിക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ട് തോന്നിയത് സൈലം തന്നെയാണ്. സൈലത്തിലേക്ക് വന്നതും ഒരു എന്താ പറയുക, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇവിടെ സ്റ്റുഡൻസിന് മാത്രമുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല, പക്ഷേ ടീച്ചേഴ്സിനും കൂടെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഐ ഫൈൻഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ആസ് മൈ ഏറ്റവും ഭാഗ്യകരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ എവിടെയും ഒതുങ്ങി നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും എന്താ പറയുക, ഒരു അടിപൊളിയായിട്ട് വലിയ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചിന്തകൾ നാരോ മൈൻഡഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്കിതാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, ഒരു കാര്യത്തിൽ ഒതുങ്ങാതിരിക്കുക, പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പാട്ട് കിളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരീ, മൂടിയിഴ കൂതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരീ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ, വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളിയുറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി.
സ്റ്റുഡൻസിനെ പോലെ ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളെ കാണാനായിട്ട്. അതായത് ഈ ഒരു യാത്രയിൽ നമുക്ക് അടിച്ചു പൊളിച്ച് പോകണം. എക്സാംസിൻ്റെ ടൈമൊക്കെ ആണ്, അതൊക്കെ എനിക്കറിയാം. എന്നിരുന്നാലും നമുക്ക് പറഞ്ഞില്ലേ എളുപ്പത്തിൽ എങ്ങനെ എക്കണോമിക്സ് പഠിക്കാം എന്നുള്ളതാണ് ഞാൻ എന്താ പറയുക കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നമ്മൾ അടിച്ചു പൊളിച്ച് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡ് ആണ്. അതൊന്നും വേണ്ട, നമുക്കൊരു അടിച്ചു പൊളിച്ച് ചില്ലായിട്ട് എങ്ങനെ നല്ല അടിപൊളി മാർക്ക് വാങ്ങിക്കാം എന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ഓക്കെ, ഹാപ്പി ലേണിംഗ്.